ഒരാൾ മന്ത്രത്തിന് എന്താ അർത്ഥം എന്ന് ചോദിച്ചു. മന്ത്രത്തിന് എന്താ അർത്ഥം, രണ്ടു മൂന്ന് വാക്കുകളിൽ എന്താ അർത്ഥം, അതെന്താ വലിയ പ്രത്യേകത. അപ്പോൾ യു ഗെറ്റ് ഔട്ട് പറഞ്ഞു. എന്നോട് നീ ഗെറ്റ് ഔട്ട് പറയാനായോ, എന്നെ ശരിയാക്കും, യു ഗെറ്റ് ഔട്ട്. ഞാൻ നല്ല അടി തരുമെന്ന് പറഞ്ഞു. അടി ശരിയാക്കുമെന്ന് രണ്ടാമത്തെ ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോൾ പിന്നെയും അദ്ദേഹം പറഞ്ഞു യു ഗെറ്റ് ഔട്ട്. പിന്നെയും പറഞ്ഞു മൂന്നാമത്തെ ഗെറ്റ് ഔട്ട് പറഞ്ഞു നിന്നെ കൊന്ന് ചുട്ടുകളയെന്ന് പറഞ്ഞു. അവ പ്ലീസ് എന്ന് പറഞ്ഞു തിരിച്ച് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു, സിറ്റ് ഡൗൺ എന്ന്. അപ്പം നിങ്ങൾ മന്ത്രത്തിൻ്റെ അർത്ഥം ചോദിച്ചല്ലോ, ഞാൻ 3 പ്രാവശ്യം ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊല്ലാൻ തല്ലാൻ വിധിച്ചു, കൊന്നു ചുട്ടുകളയാൻ വരെ നിങ്ങൾ വിധി എഴുതി. അപ്പോൾ ഇതുപോലാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ വാക്കുകൾക്ക് ഏതാണ് വാക്ക്, ഏത് ഭാവത്തിൽ നമ്മൾ പറയുന്നു അതിന് അർത്ഥമുണ്ടെന്നുള്ള. അതുപോലെ ഭാവങ്ങൾ ഓരോന്നിനും അതിൻ്റെ അർത്ഥമുണ്ട്. സാഹചര്യങ്ങൾ അഡ്ജസ്റ്റാണ് നമ്മുടെ ശരിക്കുള്ള വളർച്ച. അല്ല സാധനം MBBS പഠിച്ചുകൊണ്ടാണ്, ഇൻറ്റേൺഷിപ്പ് സമയത്താണ് നമ്മുടെ ശരിക്കും എക്സ്പീരിയൻസ് കിട്ടുന്നത്. അല്ലാണ്ട് എത്ര ധ്യാനിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടായല്ല. ഇതൊരു ഏറ്റവും വലിയ സാധനമാണ്. ആൾക്കാരുണ്ട് ഇഞ്ചക്ഷൻ അലർജികളുള്ളവരുണ്ട്, ഗുളികയ്ക്ക് അലർജികളുണ്ട്, ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഇല്ല. അതൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള പല സ്വഭാവക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്വയം നമ്മളിൽ ഉണരാനുള്ള ഒരു സാഹചര്യങ്ങളാണിത്. തപസ്സിനേക്കാളും തപസ്സാണ്. 100 വർഷം തപസ് നീ കോപിച്ച് കഴിഞ്ഞാൽ എല്ലാം എനർജി പോകും, ചാർജ് ചെയ്യും, ബാറ്ററി അടിച്ചു കളയും. നിമിഷം പൊട്ടിപ്പോന്ന കുമ്മിളിയിൽ അളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആ അടിസ്ഥാനമായ സമുദ്രത്തെ നമ്മൾ മറക്കുകയും ചെയ്യുന്നു.